ഞാൻ കണ്ടിടോ എൻ്റെ പഴയ വെസ്റ്റ് ഇൻഡീസിനെ. അതെ, ആ ഒരു ഡയലോഗ് ഇപ്പോഴാണ് ശരിക്കും ആപ്റ്റ് ആവുന്നത്. കാരണം ഇതാ ഗാബയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗാബയിലെ ആ ഒരു വിജയത്തിൻ്റെ മണം എന്താണെന്നും രുചി എന്താണെന്നും അറിഞ്ഞതുപോലെ തന്നെ ഇതാ വെസ്റ്റ് ഇൻഡീസ് താരങ്ങളും വെസ്റ്റ് ഇൻഡീസ് ഫാൻസും ഇതാ അറിയുകയാണ് ആ ഒരു രുചിയുടെ ആ ഒരു മണത്തിൻ്റെ സുഖം എന്താണെന്നുള്ളത്. അതെ, ഗാബയിൽ ഇതാ ഓസ്ട്രേലിയയെ തോപ്പിച്ച് വെസ്റ്റ് ഇൻഡീസ് സീരീസ് ടൈ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു റൊമാഞ്ചിഫിക്കേഷൻ എൻഡിങ് തന്നെയാണ് ഇവിടെ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൽ ഗാബയിൽ വെച്ചുണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ വിൻ പെർസെൻറ്റേജ് ഏറ്റവും കൂടുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഗാബ എന്ന് നമുക്കറിയാം. അവിടെ വിജയിക്കുക എന്നുള്ളത് ഏതൊരു ടീമിനെ സംബന്ധിച്ച് വലിയൊരു സ്വപ്ന തുല്യമായിട്ടുള്ള നിമിഷമാണ്. സോ ഓസ്ട്രേലിയ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് സീരീസ് നടക്കുമ്പോൾ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയെ വിജയം കണക്കാക്കാൻ വരുന്നു. രണ്ടാം മത്സരം ഗാബയിലാണ്. എല്ലാവരും വിചാരിക്കുന്നു ആ ഒരു മത്സരം ഉറപ്പായിട്ടും ഓസ്ട്രേലിയ വിജയിക്കുന്നു. പക്ഷേ അവിടെയാണ് നാടകീയമായ എൻഡിങ് സംഭവിക്കുന്നത്. ഷമാർ ജോസഫിൻ്റെ കില്ലറും ബോളിങ്ങിൽ ഫോർത്ത് ഡേയിൽ ഓസ്ട്രേലിയ തരിപ്പണമാകുന്നു. ഒരു സൈഡിൽ ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്ന സ്റ്റീവ് സ്മിത്തിനെ പറിക്കാൻ അവർ നന്നായി ബുദ്ധിമുട്ടിപ്പോൾ മറു സൈഡിൽ നിന്ന് വിക്കറ്റുകൾ വീഴ്ത്തി നമ്മളല്ല വെസ്റ്റ് ഇൻഡീസ് ആ ഒരു മത്സരം സ്വന്തമാക്കിയെന്ന് തന്നെ പറയാം. അവസാന സമയത്ത് 9 റൺസ് മാത്രം ജയിക്കാൻ ബാക്കി നിൽക്കെ മറു സൈഡിൽ നിന്നും വിക്കറ്റ് വീഴ്ത്തി വെസ്റ്റ് ഇൻഡീസ് ഈ ഒരു ടൂർണമെൻറ്റ് ടൈ ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗാബയിലെ ആ ഒരു വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു 90 കിഡ്സ് എന്നുള്ള രീതിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടീം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ്. അതുകൊണ്ട് തന്നെ ഇവരൊരു കംബാക്കിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത് മിസ്സായി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു തിരിച്ചുവരവാണ് എന്നുള്ള രീതിയിൽ. നമുക്കറിയാം ഒരുപാട് മികച്ച താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ. രാജ്യമെന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രിക്കറ്റ് അസോസിയേഷനാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ. സോ അവരുടെ ഒരു തിരിച്ചുവരവ് അനിവാര്യം തന്നെയായിരുന്നു ഈ ഒരു ക്രിക്കറ്റിലേക്ക്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കത് മിസ്സായിരിക്കുകയായിരുന്നു. സോ സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്തത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. 311 റണ്ണിന് വെസ്റ്റ് ഇൻഡീസിനെ ഓൾ ഔട്ട് ആക്കാൻ അവിടെ ഓസ്ട്രേലിയക്ക് സാധിച്ചു. തിരിച്ച് 289 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യേണ്ടി വരികയായിരുന്നു അവിടെ ഓസ്ട്രേലിയക്ക്. അതിനുശേഷം സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നു കഴിയുമ്പോൾ 193 റണ്ണിന് അവിടെ ഓൾ ഔട്ട് ആക്കി വെസ്റ്റ് ഇൻഡീസിനെ അവർ. അതിനുശേഷം 207 റൺസിന് ഇവിടെ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആക്കാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഷമാർ ജോസഫിൻ്റെ കിഡ്ലോൾക്കിഡ്ഡം പ്രകടനമാണ്. 11 ഓവർ 68 റണ്ണ് 7 വിക്കറ്റ്. ഇതൊരു ഭയങ്കര ഒരു റെക്കഗ്നൈസേഷൻ കിട്ടേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേര് വായിക്കാം: ക്രൈഗ് ബ്രാത്ത്വേറ്റ്, അതോടൊപ്പം തന്നെ ചന്ദ്രപോൾ, മെക്കൻസി, അലിക് അദനാസെ, കവീം ഹോഡ്ജ്, ജസ്റ്റിൻ ഗ്രീവ്സ്, ജോഷ ഡി സിൽവ, കെവിൻ സിംഗ്ലെയർ, അൽസാരി ജോസഫ്, കെമാർ റോച്ച്, അതുപോലെ തന്നെ ഷമാർ ജോസഫ്. ഇതായിരുന്നു അവരുടെ ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്ന 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം അധികം പരിചയമില്ലാത്ത കുറച്ച് മുഖങ്ങൾ ഈ ഒരു 11ൽ കാണാം. എന്നാൽ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക്, വെസ്റ്റ് ഇൻഡീസിൻ്റെ ആ ഒരു ഗെയിമിനെ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കുറേ പരിചിതമായ മുഖങ്ങൾ നമുക്ക് ഈ ഒരു 11ൻ്റെ അകത്ത് കാണാം. എന്തായിരുന്നാലും ഐ എം ഹാപ്പി. കാരണം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവരുടെ തിരിച്ചുവരവ്. അതും ഗാബയിൽ ഒരു ജീവിതത്തോടുകൂടി തിരിച്ചു വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അവിടെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ സ്റ്റീവ് സ്മിത്തും വലിയൊരു കയ്യിൽ അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഗാബയിൽ ഇങ്ങനെ റെക്കോർഡുകൾ ഭേദിക്കപ്പെടട്ടെ, ചങ്ങലകൾ ഉടച്ചു മാറ്റി പുതിയ ടീമുകളുടെ പഴയ ടീമുകളുടെ തിരിച്ചുവരവും പുതിയ ടീമുകളുടെ മികച്ച മത്സരങ്ങളും കാണാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് അറിയപ്പെടുത്തുക. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഇനി എന്താണെന്ന് അറിയില്ല. 2 വിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ, അറിയില്ല എന്താകുന്നു. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് അറിയപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുൽ. ബൈ ബൈ ഗൈസ്.